സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അർജുന്റെ ഭാര്യ ആയതിൽ കൂടെ തന്നെ ദൈവം നിന്റെ മറ്റു ദുഃഖങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ദീർഘസുമംഗലിയായി വാഴണം. അച്ഛൻ പോട്ടെ മോളെ. പറഞ്ഞതിന് ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ശിരസ് തൊട്ട് മാപ്പ്. അച്ഛനില്ലാത്ത ദുഃഖം മാറ്റാനായി നന്ദൻ എന്ന് പറയുന്ന അച്ഛനെയും അരുണിമ അമ്മയും കാണിച്ചു തരാനല്ലേ ദേവി എന്നെ ഇവിടെ എത്തിച്ചത്. ദേവി, ഞാൻ പറഞ്ഞതൊക്കെ ഒരു പൊട്ടത്തരം പിടിച്ച മകളുടെ സ്വാതന്ത്ര്യം എന്ന് കരുതി മാപ്പ് തരണം. മക്കൾക്ക് അമ്മമാരുടെ സ്വാതന്ത്ര്യം എടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ദേവി. എല്ലാത്തിനും മാപ്പ്. എനിക്കറിയാം ദേവി യഥാർത്ഥ അച്ഛനെ അമ്മയും എന്റെ മുന്നിൽ എത്തിക്കും. എന്നാലും ആ തെളിവ് പോയതിന്റെ ഒരു വേദന ഉണ്ട് ദേവി. അതങ്ങ് മാറിക്കോളൂ അല്ലേ? കുറെ വിഷമിച്ച് കഴിയുമ്പോ, കുറെ കരഞ്ഞു കഴിയുമ്പോ അതങ്ങ് മാറും അല്ലേ? പൂജ, പൂജ പ്ലീസ്, ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു വല്ല അസുഖം വരുത്തി വെക്കരുത്. എനിക്ക് ഭാഗ്യമില്ല സർ. ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് അവരോടൊപ്പം സുഖമായി ജീവിക്കാനല്ല, ജന്മം തന്നവരെ കുറിച്ച് ഒന്ന് അറിയാൻ മാത്രമായിട്ടാ ഞാൻ ഈ ആവേശമൊക്കെ കാണിച്ചത്. എനിക്കും ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കണം. അവരെന്തിനാണ് എന്നെ വിട്ടുകളഞ്ഞെന്ന് അറിയണം. അതോ അവർക്കിനി വല്ല ആപത്തും സംഭവിച്ചോ? അതോ അവരെന്നെ ആശ്രമത്തിൽ എത്തിച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നോ? അതൊക്കെ അറിയാനായിരുന്നു സർ. അതോ ഞാൻ അവരെ അന്വേഷിച്ച് നടക്കും പോലെ അവരെന്നെ അന്വേഷിച്ച് അലയുകയാണോ? ഇനി ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാം പോയി. എവിടെ പോയിന്നാ താൻ പറയുന്നേ? എന്ത് പോയിന്നു? എടോ, ഒന്നും ഒരിടത്തും പോയിട്ടില്ല. നോക്ക്, ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തന്നിരിക്കും. താൻ പോയത് പ്രിയയുടെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ
ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഏതോ അമ്പലത്തിലോ മറ്റോ പോവാണെന്നാ ഞാൻ വിചാരിച്ച്, ഒരു സമാധാനത്തിന്. പ്രിയെ തല്ലിയത് ഒരു വലിയ മണ്ടത്തരായിപ്പോയി. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എത്രയോ ദിവസമായി ഞാൻ കണ്ടുകൊണ്ടിരുന്ന എന്റെ സ്വപ്ന അവള് കാരണം കരിഞ്ഞു പോയത്. ഇനി എന്ത് തെളിവ് വെച്ചാ നമ്മളൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? എന്ത് തെളിവാ സർ നമുക്കുള്ള? ആ ഒരു അവസ്ഥയില് ഞാൻ അവളെ തല്ലിപ്പോയത് എങ്ങനെ ഒരു തെറ്റാവും സർ? പൂജ, തല്ലിയത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, അത് മണ്ടത്തരമായി പോയിരുന്ന. തനിക്ക് അവളെ തല്ലാനാ തോന്നിയതെങ്കിൽ അവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ സംയമനം പാലിച്ചത് എന്താണെന്നറിയോ? അവളെ എന്നേക്കുമായിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾ അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ നിറയുക. തന്റെ അച്ഛനമ്മമാർ ആരെന്നറിയുന്നതിൽ അവളുടെ ടെൻഷൻ എന്താ? അതാണ് എന്റെ പ്രധാന സംശയം. താൻ വലിയ കാശുകാരിയായി പോകുന്നുള്ള പേടിയൊന്നുമല്ല. മറ്റെന്തോ രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ ഒന്ന് വിളിച്ചെത്ത് കൊണ്ടുവരാൻ നമ്മൾ യാതൊന്നും അറിയാത്ത പോലെ അഭിനയിക്കണമായിരുന്നു. പറ്റില്ല സർ. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പ്രതീക്ഷ കൈവിട്ടു പോയപ്പോ പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. കണ്ണില് ഇരുട്ട് കയറിയതുപോലെ ആയിരുന്നു. എനിക്ക് എന്റെ അച്ഛനെ അമ്മയും ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുന്നു തോന്നുന്നില്ല സർ. കാണാൻ പറ്റില്ല. പൂജ, പ്ലീസ് കരയല്ലേ. അമ്മ ഉൾപ്പെടെ ആരും ഒന്നും അറിയരുത്. ക്ഷീണമായതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ ചെല്ലാത്തെന്നാ ഞാൻ താഴെ പറഞ്ഞത്. പ്ലീസ് കരയാതെ. എടോ, ഞാനില്ലേ? എന്തിനും കൂട്ടായിട്ട് ഞാനില്ലേ? തന്റെ കണ്ണീര് തുടയ്ക്കാനും ഞാനില്ലേ? താൻ പ്രാർത്ഥിക്കുന്ന തന്റെ ദൈവങ്ങൾ തന്റെ കണ്ണീര് കാണാതിരിക്കുമോ പൂജ? താൻ കോൺട്രാക്ട് ഭാര്യയുടെ വേഷം കെട്ടി എന്നോടൊപ്പം ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ലാന്ന് ദൈവങ്ങൾക്കറിയാം. സ്നേഹസ്ഥാനത്തിലെ പാവ മനുഷ്യർക്ക് ഒരു നല്ല ജീവിതം കിട്ടാനാ തന്റെ ജീവിതം ഇങ്ങനെ ജീവിക്കുന്നത് അല്ലേ? ഇങ്ങനെയുള്ള ഒരാളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ദൈവങ്ങളാണ്? ഒന്നും അറിയില്ല സർ. എനിക്കൊന്നും അറിയില്ല. ഒന്നും മനസ്സിൽ കയറുന്നില്ല. ശരീരത്തിന്റെ ശക്തിയൊക്കെ പോകും പോലെ. പൂജ കരയാതെ. എനിക്ക് എന്റെ അച്ഛനെ അമ്മ കിട്ടൂ സർ. കിട്ടും പൂജ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാ. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരെ കണ്ടുപിടിച്ച് തന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. അവര് ജീവിച്ചിരിപ്പുണ്ടാവൂ സർ? ഉണ്ടാവും. അവർ തന്നെ കാണാൻ വേണ്ടി എവിടെയെങ്കിലും ഉണ്ടാവും. എന്നെ എന്തെങ്കിലും കാണുമ്പോ അവരെങ്ങനെയായിരിക്കും സാർ പെരുമാറുന്നത്? സന്തോഷായിരിക്കോ? അതോ അവരുടെ ജീവിതം കുഴപ്പത്തിലാക്കാൻ ചെല്ലുകയാണെന്ന് തോന്നുമോ? അവരുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് തന്നെ കിട്ടുന്ന ദിവസം മുതലായിരിക്കും. ആ, ഉറപ്പ്. എന്തേത്? കൈ കാണിച്ച്. ഒന്നുമില്ല സാർ. കൈ കാണിക്കാനാ പറഞ്ഞത്. കാണിക്കാൻ.
പൊള്ളലല്ലേ, ഇതെങ്ങനെ ഈ കൈ പൊള്ളിയ? ഇല്ല സർ, ഒന്നുമില്ല. പൂജ ചോദിച്ചതിന് ഉത്തരം പറ, ഈ കൈ പൊള്ളിയ എങ്ങനെയാ? പറയാ സർ. ഞാൻ പ്രിയയുടെ വീട്ടിൽ പോയി പ്രിയെ തല്ലിയത് വരെയുള്ള കാര്യങ്ങളെ സാറിനോട് പറഞ്ഞുള്ളൂ. പ്രിയയുമായി വഴക്കുണ്ടാക്കി നിൽക്കുമ്പോ അച്ഛൻ വന്നു, നന്ദൻ സാറ്. എന്നിട്ട് നന്ദൻ സാറ് അയ്യോ സർ, എന്താ? ഞാൻ നന്ദനങ്ങളിലൊന്ന് വിളിക്കട്ടെ. തന്റെ ദേഹത്ത് തൊടാൻ അങ്കിളിന്നല്ല ആർക്കും അവകാശമില്ല. അല്ല സർ, പ്ലീസ്. വേണ്ട, ഞാൻ അവിടെ പോയി ചോദിക്കാം. അയ്യോ സർ, വേണ്ട സർ, പ്ലീസ്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സർ പ്രശ്നം ഉണ്ടാക്കരുത്. നന്ദൻ സർ എന്നെ തല്ലിയപ്പോ എന്റെ സ്വന്തം അച്ഛൻ എന്നെ ശിക്ഷിക്കുന്നതായി തോന്നിയുള്ളൂ സർ. ശരീരമേ വേദനിച്ചുള്ളൂ, എന്തോ മനസ്സിന് നൊന്തില്ല. എന്റെ അച്ഛന്റെ സ്ഥാനമല്ലേ സർ നന്ദൻ സാറിന്? അതുമല്ല, പിന്നീട് ക്ഷമ പറയുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പോട്ടെ സർ. എവിടെ കൈ കാണിച്ച്? നല്ല വേദന ഉണ്ടല്ലേ? വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ് വേണ്ട സർ, രാവിലെ ഉണർന്ന് എണീക്കുമ്പോ ഈ പൊള്ളലൊക്കെ അങ്ങ് പോവും. ആ, ഒരു കാര്യം ചെയ്യാം. എന്താ സർ? ഇങ്ങനെ പൊള്ളലൊക്കെ വരുമ്പോ അമ്മ പ്രയോഗിക്കുന്നൊരു ആയുർവേദ കൂട്ടുണ്ട്. ഈ മൈലാഞ്ചിയൊക്കെ ചേർത്തിട്ട് ഞാൻ ചെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം. അയ്യോ വേണ്ട സർ. ആ വേണം, അതിരുമ്പോഴേ പൊള്ളലൊക്കെ മാറും. ഈ കൈയും വിരലുകളൊക്കെ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. അടുക്കള ജോലികളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടുകയല്ലേ ഈ വിരലുകള്. ആ മൈലാഞ്ചി ഇട്ടാലേ ഒരു ദിവസത്തേക്ക് ആരും ജോലിയുടെ കാര്യം പറയേയില്ല. ഇതെന്ത് കെയറിങ്ങാ സർ? അനു, അനു, എന്താ അച്ഛാ? അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ആ പൂജയുടെ സത്യം ചോദിക്കാനോ? എന്താ അച്ഛാ? പൂജ പറഞ്ഞതൊക്കെ സത്യമാണ്. അത് എന്റെ എൻഗേജ്മെന്റ് ദിവസം ഞാൻ കല്യാണം കഴിക്കാനിരുന്ന ആളെ തട്ടിയെടുത്ത് ഈ വീട്ടിൽ വന്ന് കയറിയവളവള്. ആ അവള് പറഞ്ഞതാണ് സത്യമെന്നാണോ അച്ഛൻ എന്നോട് ചോദിക്കുന്നത്? മോളെ, കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാം. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ. പൂജയുടെ അച്ഛനമ്മമാരെ കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ മോള് മധുവിനോട് പറഞ്ഞു. സത്യം പറയണം. ഇങ്ങേര് മധുവാന്റിയെ വിളിച്ച് സത്യം അറിഞ്ഞ പണിയാവും. പറഞ്ഞോന്ന്? പറഞ്ഞു. ആ, അപ്പൊ തെറ്റ് ചെയ്തത് നീ തന്നെയാണല്ലേ? ഞാൻ ചെയ്തത് തെറ്റല്ല അച്ഛാ, 100% ശരിയാണ്. എന്റെ അച്ഛനും അമ്മയെ അവഹേളിച്ചവളാ അവള്. അറിയാലോ അമ്മയുടെ 6 ദിവസത്തെ സംഭവങ്ങളൊക്കെ. എന്റെ അമ്മയെ ആക്ഷേപിച്ചവൾ, എന്റെ അച്ഛനെ മോശക്കാരനാക്കി സംസാരിച്ചവൾക്ക്
അച്ഛന്റെയും അമ്മയുടെയും വില അറിയില്ല. നീ ഇതെന്തൊക്കെയാ മോളെ പറയുന്നേ? എന്റെ മോൾ ഏത് കാര്യവും സത്യമായും നന്മയോടെയും ചെയ്യേണ്ടവളാണ്. ഞാൻ തുറന്നു പറയാം മോളെ, നിന്റെ ചില രീതികൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താ അച്ഛനും മോളോടൊരു സ്വകാര്യ സംഭാഷണം? അല്ല ഇല്ല, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. നീ ഇതെവിടെ പോന്നു? എന്താ കാര്യം? അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ആ പൂജ ഇവിടെ വന്ന് ഉണ്ടാക്കിയ വിഷയങ്ങളൊക്കെ എനിക്ക് എവിടെയൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയ. എന്നാ ഏട്ടനൊരു കാര്യം കേൾക്കണം. ഞാൻ ഈ പൂജയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. എന്തന്വേഷിച്ചു? അവള് നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറാനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ. ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ഈ അനുവിന്റെ ജീവിതത്തിന് തന്നെ അവളൊരു ഭീഷണിയാണ്. ഞാൻ ഇന്നലെ വരെ അനുക്കുട്ടിക്കെതിരെ പറഞ്ഞിരുന്നവനാ, അറിയാമല്ലോ. പക്ഷെ ഇപ്പൊ പറയുന്നു, ആ പൂജ അനുവിനെ ഇല്ലാതാക്കാൻ ഒരു അവസരം നോക്കി നടക്കുക അവള്. ശങ്കർ, സത്യമായിട്ടാ. അനുക്കുട്ടി ജീവിച്ചിരുന്നാൽ അർജുന്റെ മനസ്സ് എന്നെങ്കിലും അനുക്കുട്ടിയിലേക്ക് വരുമെന്ന് ഒരു സംശയം അവക്കുണ്ട്. ഇളയച്ച നോക്കിക്കോ, അവൾ ഈ അച്ഛനും അമ്മയും അവളുടെ അച്ഛനും അമ്മയെ സ്ഥാപിച്ചെടുക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുന്നില്ല ഇളയച്ച. അനുക്കുട്ടി, വേണ്ടച്ച, അച്ഛനും കൂടെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പേ ഞാൻ പോയേക്കാം. മോളെ, അങ്ങനൊന്നും പറയാതെ. അല്ല, അച്ഛൻ മകളോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അനുവിന്റെ മനസ്സ് നന്നായി വേദനിച്ചു. അതുകൊണ്ടൊരു സോറിയൊക്കെ ആകാം. സോറി മോളെ, അച്ഛൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. പോട്ടെ. പാവച്ഛൻ. ഓക്കെ മോളെ, ശരി. സർ, അമ്മ കണ്ടോ? കണ്ടല്ലോ. ഞാൻ പറഞ്ഞു പൂജയ്ക്ക് മൈലാഞ്ചി ഇടാൻ പോകണം. ഈശ്വര, നാണക്കേടായല്ലോ സർ. എടോ, പൊള്ളിയ കാര്യമൊന്നും പറഞ്ഞില്ല. അതറിഞ്ഞ അമ്മയ്ക്ക് വിഷമാവും. തന്റെ കൈയൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയാണ് മൈലാഞ്ചി ഇടുന്നെന്ന അമ്മയുടെ വിചാരം. അയ്യേ, എന്റെ പൊന്ന് സാറേ, സാർ എന്നെ നാണം കെടുത്തി. നാണം കെടുത്തിന്നു? അമ്മയ്ക്ക് സന്തോഷമായേ ഉള്ളൂ. അമ്മ പറഞ്ഞു കുറച്ചുകൂടെ കൂടുതൽ എടുത്തോണ്ട് പോവാൻ. അയ്യേ, താൻ ആ കൈ കൊണ്ട് കാണിച്ച്. ഞാൻ ഇട്ടോളാം. എടോ, കൈ കാണിക്കാൻ പറഞ്ഞ കൈ കാണിക്കണം. ഇരിക്കണം. അതിരിക്കട്ടെ, നേരത്തെയുള്ള വിഷമൊക്കെ മാറിയോ? കുറച്ചൊക്കെ മാറി സർ. സാറിന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോ ഒരു ധൈര്യം വന്നു. സാറ് ഭയങ്കര എക്സ്പെർട്ട് ആണല്ലോ. കൃത്യമായിട്ട് മൈലാഞ്ചി ഇടുന്ന പോലെ തന്നെയാണല്ലോ ഇടുന്നേ. എന്ത് വിചാരിച്ചു? ഇഷ്ടം പോലെ പെൺപിള്ളേർക്ക് മൈലാഞ്ചി ഇട്ട് എക്സ്പേർട്ട് ആയതാ. തനിക്കെന്തിനാ ദേഷ്യം വരുന്നേ? സാറ് പെൺപിള്ളേർക്ക് മൈലാഞ്ചി ഇട്ടാ എനിക്കെന്തിനാ ദേഷ്യം വരുന്നേ? സാറിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ഏതെങ്കിലും പെൺപിള്ളേരുടെ കാര്യം പറഞ്ഞ് എനിക്കും ദേഷ്യം വരുന്നത് കാണണം അല്ലേ? പാവം. അപ്പോ
മനഃശാസ്ത്രമൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. ലോകത്ത് വേറെ ആരുടെ മനഃശാസ്ത്രം അറിഞ്ഞില്ലെങ്കിലും സാറിന്റെ മനഃശാസ്ത്രം A to Z എനിക്കറിയാം. ഉം? പിന്നൊരു കാര്യം, എന്താടോ? അല്ല, നന്ദൻ സാറുമായുള്ള ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോ സാറ് ചൂടായി നന്ദൻ സാറിനോട് ചോദിക്കാൻ ഒരുങ്ങിയില്ലേ? ആ, അപ്പൊ ഞാൻ തടഞ്ഞത് ശരി തന്നെ. പക്ഷെ ഉള്ളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ. വലിയ സന്തോഷമല്ല, വലിയ വലിയ സന്തോഷം. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ഏത് പെണ്ണിനും തോന്നുന്ന സന്തോഷം. എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരാളുണ്ടെന്ന സന്തോഷം. എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ഹലോ ഹലോ, ആ, ആ, എനിക്കൊരു പെങ്ങള് ഇവിടെ ഉണ്ട്, സായു. അതുകൊണ്ട് ഇനി ഒരു പെങ്ങള് തൽക്കാലം ആവശ്യമില്ല. പെങ്ങളുടെ വേക്കൻസി ഒക്കെ ഫുള്ളായി. ഒന്നാലോചിക്കുമ്പോ ഈ ഇഷ്യൂ ഉണ്ടായത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അമ്പലത്തിൽ വെച്ച് നന്ദൻ സാറ് ഒരു മോളെ പോലെ എന്നോട് സംസാരിച്ചത്. എങ്ങനുണ്ട്? സൂപ്പർ. പണ്ടേ അമ്മയ്ക്കും സായുവിനും മധുവന്റിക്കും ഒക്കെ ഞാൻ മൈലാഞ്ചിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ എക്സ്പെർട്ടായതാ. ഞാനേ ഒന്ന് കൈയിട്ട് വരാം. സാർ ആളൊരു പുലിയാണല്ലോ. ഏത് കാര്യത്തിലായാലും പെർഫെക്റ്റ്. അയ്യോ, ചൊറിയാൻ തോന്നല്ലോ. പണിയായല്ലോ. എന്താണ് ഒരു സർക്കസ് കാണിക്കുന്നത്? അയ്യോ, കവിള് ചൊറിയാൻ തോന്നുന്നു സർ. ഈ വിരലുകൊണ്ട് എങ്ങനെ ചൊറിയും? സർ പ്ലീസ് ഒന്ന് സഹായിച്ചേ. ഇത്തരം സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ കുഴഞ്ഞു പോകും. ഓ സർ പ്ലീസ്. സർ വേഗം, അല്ലെങ്കിൽ ഞാൻ മുഖം കൊണ്ടതേ ചുമരിലൊരുക്കേണ്ടി വരും. സർ ചൊറി സർ, ഒന്ന് അമർത്തി ചൊറിയ. ഓ